അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് കിച്ചണിൽ കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ട പണി എന്താണെന്ന് വെച്ചാൽ തലേന്ന് നമ്മൾ മുട്ട വാങ്ങിയത് ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് ഒരു ട്രേ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ വാങ്ങാറ്. എടുത്തപ്പോൾ തന്നെ അതേ ഒരെണ്ണം പൊട്ടിയിരിക്കണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പൊട്ടിയത് എന്തായാലും വെളിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എപ്പോൾ മുട്ട വാങ്ങിച്ചാലും ആ നിർബന്ധം കേട്ടോ. ഒന്നല്ലെങ്കിൽ 2 മുട്ട പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാതെ മൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ട പൊരിക്കാനൊക്കെ എടുക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ അപ്പം തന്നെ കേക്ക് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കേക്കിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മിക്കവാറും മുട്ട എടുത്ത് വെക്കുന്ന ആ സമയത്ത് തന്നെ കേക്ക് കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് എടുത്ത് കേക്കിന് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അതുകൊണ്ടാണ് മുട്ട നമ്മൾ വെളിയിൽ തന്നെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ മുട്ട ഇല്ലാന്ന് തോന്നിയാൽ തന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കൽ വളരെ കുറവാട്ടോ. കാരണം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നേരെ കടയിൽ പോയി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. എന്നാലും വാങ്ങുകയൊക്കെ ചെയ്തിട്ടോ. വാങ്ങിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്കായാലും ഇട്ട് വെച്ച് ഉണ്ടാക്കും. പെട്ടെന്ന് ഒരു എമർജൻസി കേസിൽ നമുക്ക് കടയിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയെല്ലാം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം നമ്മൾ തലേന്ന് അരച്ചൊന്നും വെച്ചിട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിക്സി ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കേടാട്ടോ. പുതിയ മിക്സി ആയതുകൊണ്ടും വാറൻറ്റി ഉള്ളതുകൊണ്ടും തന്നെ നമ്മൾ അതിൻ്റെ കമ്പനി തന്നെ സർവീസിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ മിക്സി ആയിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മുടെ ആ ഒരു ഒറ്റ ജാറ് മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു സെക്കൻഡ് ജാറുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് അരി അരയ്ക്കലൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കൽ, അപ്പം അരി അരച്ച് വെച്ച് ചുടലൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. ഇടിയപ്പം, സാധാ അപ്പം, പുട്ട് അങ്ങനെയൊക്കെ തന്നെ ഒപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ അപ്പം ചുടാമെന്ന് വിചാരിച്ചിട്ട് അപ്പത്തിന് പൊടിയൊക്കെ കലക്കി അതായും തന്നെ ഒരു അടുപ്പിൽ വെച്ച് ചുടണ്ടിട്ട്. അപ്പോൾ ആ ഒരു അടുപ്പിൽ അതും കഴിഞ്ഞോളും. മറ്റുള്ള അടുപ്പിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇന്ന് പിള്ളേർക്ക് ലഞ്ചിന് കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഉമ്മ തലേന്ന് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചീര ഒന്നും ഒലത്താനുള്ളതല്ല, പകുതിയാണ് ഒലുത്തുള്ളൂ. പക്ഷേ പകുതിയാണെങ്കിലും അത് വളരെ കുറച്ചാണ് വെന്ത് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ. ഒലത്തി കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ഒലത്താന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരുമിച്ച് ഒലത്തി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. വളരെ കുറച്ച് ഒലത്തുമ്പോഴായിരിക്കും ആ ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നുക. ഇവിടെ എൻ്റെ കാര്യം അങ്ങനെ കേട്ടോ. എല്ലാവരും എങ്ങനെയാണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ അപ്പം ഓരോന്നെടുത്ത് അത് ചുട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചീര ഒലത്താനുള്ള ചീഞ്ചട്ടി വെച്ചാൽ അതൊന്നും നല്ല ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീര നമ്മൾ വെളിയിലേക്ക് ഇറക്കിയ സമയത്ത് തന്നെ നമ്മൾ പച്ചമുളകിൻ്റെ ഒക്കെ ബോക്സ് വെളിയിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചമുളക് അതുപോലെ ഞാൻ ക്യാരറ്റ് കോവയ്ക്കൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സിൻ്റെ ലിങ്ക് 2 വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടായിരുന്ന വീഡിയോയ്ക്ക് കുറേ പേര് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ചാനൽ അൽഹംദുലില്ലാ ഹാഫ് മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ചീരയുടെ ഒരു തണ്ടാട്ടോ. അത് കുരുകുരാന്നും അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ അത് ഇടണം, അത് കഴിഞ്ഞിട്ട് വേണം ഇല ഇടാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് ഇട്ടിട്ട് ജസ്റ്റ് ഒരു വേവായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇല ഇടാവുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചാൽ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇടണം, അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇടണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഒലുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇലയെല്ലാം വെന്ത് ഭയങ്കര ചുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ തണ്ട് മാത്രമായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള തണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചീര ഒലുത്തും ഇടണ്ടാന്നും പറഞ്ഞത് ഉമ്മാടത്ത് ഞാൻ കളഞ്ഞേക്കാൻ പറഞ്ഞ് കളഞ്ഞു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ അതും കൂടെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചീര വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരൊന്നും കഴിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പിള്ളേരൊക്കെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, കളഞ്ഞേക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ വെന്ത് തേങ്ങയൊക്കെ ഇട്ട് അത്